നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ രോഗി മരിച്ച സംഭവത്തിന് പിന്നാലെ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ. കോട്ടക്കടവ് TMH ആശുപത്രിയിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് അറസ്റ്റിലായത്. ഇയാൾ വ്യാജ ഡോക്ടറാണെന്ന് കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായി ആശുപത്രി RMO ആയി പ്രവർത്തിച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രാഹിം ലൂക്കാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ മരിച്ച രോഗിയുടെ മകന് തോന്നിയ സംശയമാണ് അബു എബ്രാഹിമിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ MBBS പഠിച്ചിരുന്നുവെങ്കിലും അത് പൂർത്തിയാക്കിയിരുന്നില്ല. ഇയാളെ ഫറോക്ക് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം മരിച്ച പൂച്ചേരിക്കുന്ന് പച്ചാട്ട് വിനോദ് കുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിലായിരുന്നു ഡോക്ടറുടെ അറസ്റ്റ്. 23-ന് പുലർച്ചെ 4:30യോടെയാണ് കടുത്ത നെഞ്ചുവേദനയും ചുമയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിനോദ് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അബു എബ്രാഹിം രക്തപരിശോധനയും ECGയും നിർദ്ദേശിച്ചുവെങ്കിലും അരമണിക്കൂറിനകം വിനോദ് കുമാർ മരിച്ചു. ഇതിൽ സംശയം തോന്നിയ വിനോദ് കുമാറിന്റെ മകനും PG ഡോക്ടറുമായ P അശ്വിനും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർ വ്യാജനാണെന്ന് കണ്ടെത്തി. 5 വർഷത്തോളമായി ആശുപത്രിയിൽ RMO ആയി പ്രവർത്തിച്ച ഇയാൾ MBBS പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. ഇതോടെയാണ് ഇയാൾക്ക് MBBS ബിരുദം ഇല്ലെന്നും ചികിത്സയിൽ പിഴവുണ്ടായെന്നും കാണിച്ച് വിനോദ് കുമാറിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ MM സിദ്ദിഖിന് കീഴിലുള്ള പ്രത്യേക സംഘത്തിനെ അന്വേഷണം ഏൽപ്പിച്ചു. ഫറോക്ക് ഇൻസ്പെക്ടർ TS ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ രാത്രി മുക്കത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം വ്യാജ രജിസ്റ്റർ നമ്പർ നൽകിയാണ് അബു എബ്രാഹിം ജോലി തേടിയതെന്നും പരാതി ഉയർന്നപ്പോൾ നടത്തിയ പരിശോധനയിൽ കാര്യം ബോധ്യപ്പെട്ട ഉടൻ തന്നെ ഇയാളെ പുറത്താക്കിയതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വ്യാജ രജിസ്റ്റർ നമ്പർ നൽകി കബളിപ്പിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 9-ലധികം ആശുപത്രികളിൽ ജോലി ചെയ്തതായി വിവരമുണ്ട്. രോഗികളോട് നല്ല പെരുമാറ്റം പുലർത്തിയ ഇയാളെ കാണാൻ നിരവധി രോഗികൾ ഉണ്ടായിരുന്നു. RMOയുടെ ഒഴിവിലേക്ക് ഡോക്ടറെ നിയമിക്കാൻ ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരാളുടെ റഫറൻസിലൂടെ അബു ലൂക്ക് എത്തിയത്. ജോലിയിൽ പ്രവേശിക്കും മുമ്പ് രജിസ്റ്റർ നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ രജിസ്റ്റർ നമ്പർ നൽകി. അബു P സേവ്യർ എന്നയാളുടെ പേരിലായിരുന്നു രജിസ്റ്റർ നമ്പർ. ഇക്കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് 2 പേര് ഉണ്ട് എന്നാണ് മറുപടി നൽകിയത്. മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോഴും ഇയാളെക്കുറിച്ച് മികച്ച അഭിപ്രായമായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഈ ആശുപത്രിയിൽ എത്തുന്ന അബു എബ്രാഹിമിനെ സ്ഥിരമായി കാണാനെത്തുന്ന രോഗികൾ നിരവധിയായിരുന്നു. പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ യഥാർത്ഥ രജിസ്റ്റർ നമ്പർ ലഭിച്ചതും MBBS പാസ്സായില്ല എന്ന് മനസ്സിലായതും. ഇതേ തുടർന്നാണ് പുറത്താക്കിയതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. MBBS കഴിഞ്ഞ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരെ വിശ്വസിപ്പിച്ചത്. പരീക്ഷയ്ക്കായി ഇയാൾ അവധിയെടുത്ത് പോകാറുണ്ടായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു.